ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ രാജ്യത്തെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയവും കറപ്ഷനുമായിട്ട് വളരെ പിന്നെ വേർപിരിയാത്ത ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ രാഷ്ട്രീയം മാത്രമല്ല, ലോകത്ത് ഏത് രാജ്യത്തെ പൊളിറ്റിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും കറപ്ഷൻ ആം, നല്ല തോതിൽ എല്ലാ രാജ്യത്തും കറപ്ഷൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ പിന്നെ ഡയമെൻഷൻ അല്ലെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതികളിലായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിൽ ഒരു ക്ലർക്കോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ ഒക്കെ കൈക്കൂലി മേടിക്കുമ്പോൾ മറ്റൊരു വിദേശ വികസിത രാജ്യത്ത് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാകത്തില്ലായിരിക്കും. അവിടെ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അല്പം കൂടെ ഉയർന്ന തലത്തിൽ വളരെ ഏഹ്, വൻതോതിലുള്ള പൈസയുടെ ക്രയവിക്രയങ്ങൾ, അങ്ങനെ ആയിരിക്കും അവിടുത്തെ അഴിമതിയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം യു എസിലോ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ ഒക്കെ നമ്മൾ പോയി, ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ ഒരുപക്ഷെ കൈക്കൂലി മേടിക്കുന്ന ഒരു പ്രവണത നമുക്ക് അവിടെ കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രവണത കാണാൻ സാധിക്കും. പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുമായിരിക്കും, ശ്രീലങ്കയിൽ കാണാൻ സാധിക്കുമായിരിക്കും. അപ്പം എല്ലാ രാജ്യത്തും കറപ്ഷൻ ഉണ്ട്. പക്ഷേ കറപ്റ്റ് അഴിമതി നടത്തുന്ന അല്ലെങ്കിൽ അഴിമതി നടക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും, അതിൻ്റെ പാറ്റേൺ വ്യത്യസ്തമായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പം ഈ ലോകത്ത് നമ്മൾ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്നും പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാക്കി. അപ്പോൾ അതാണ് ലോകത്തിൽ ഈ രാജ്യത്ത് ലോകരാജ്യങ്ങളിലെ കറപ്ഷനെ കുറിച്ച് പഠിക്കുകയും കറപ്ഷനെ കുറിച്ച് എല്ലാ വർഷവും അവരുടെ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞത്. ദ ഗ്ലോബൽ കോയലീഷൻ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നുള്ളതാണ് അവരുടെ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം. അപ്പോൾ ആ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ TI വളരെ പോപ്പുലർ ആയിട്ടുള്ള, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരുടെ റിപ്പോർട്ടിനെ കുറിച്ച് പല പിന്നെ രാജ്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയെക്കുറിച്ച് അവർ റിപ്പോർട്ട് ഇറക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒന്നും ഒരിക്കലും അംഗീകരിക്കത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഗവൺമെന്റ് അത് ഫോർമലായിട്ട് അംഗീകരിക്കത്തൊന്നുമില്ല. ഓക്കെ, ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റഡി അനുസരിച്ച് ഇന്ത്യയുടെ ഗ്ലോബൽ കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇത്രയാണ്. അത് അതാത് കാലത്തുള്ള ഇന്ത്യൻ ഗവൺമെന്റ് ഒന്നും ഒരിക്കലും അത് അംഗീകരിക്കാറില്ല. ഇതുപോലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ആരും അംഗീകരിക്കാറില്ല, ഒരു ഗവൺമെന്റും അംഗീകരിക്കാറില്ല. ഇതിനകത്ത് കുറേയൊക്കെ വസ്തുതകളുണ്ട്, കുറേയൊക്കെ അവരുടെ ഇതായിട്ടുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ അവർ ഏഹ്, ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറപ്പെടുവിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ സമയമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എന്നിരുന്നാൽ തന്നെ നമുക്ക് ജനറലായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇപ്പം ഇന്ത്യയുടെ സ്കോർ ഇവിടെ പറയുന്നത്, അതുപോലെ റാങ്ക്, ഇതൊക്കെ കൃത്യമായിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ചില ഡാറ്റ കളക്ട് ചെയ്തിട്ട് ചില ആൾക്കാരുടെ ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ട് അവർ, നമുക്കറിയാം ഏത് റിപ്പോർട്ടും ഇതുപോലുള്ള സ്റ്റഡി, സർവേ, ഇതൊരു സർവേ ആണല്ലോ, സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ റിസൾട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ സർവേക്ക് 100% ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% ക്രെഡിബിലിറ്റി ഇല്ല, ഏത് സർവേ ആയാലും ശരി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് ജനറലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പൂർണ്ണമായിട്ടും പിന്നെ ഫേക്ക് ആണോ ഫ്രോഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ചില വ്യക്തമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡേറ്റയുടെ അല്ലെങ്കിൽ ഫാക്റ്റിന്റെ ബേസിലാണ് അവർ ഈ പറഞ്ഞ സർവേ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ 2024 അവരുടെ രാജ്യങ്ങളുടെ ലോകരാജ്യങ്ങൾ 150ഓളം രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന കറപ്ഷനെ കുറിച്ച് അവരുടെ പഠന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിലെ ഇന്ത്യയുടെ സ്കോർ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 96-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. 150 രാജ്യങ്ങളിലുള്ള പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 96-ാമതാണ്, പകുതിക്കും മേലെയാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരോപണ ശരങ്ങളിൽ നിന്ന് ഒഴിവാനാകാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
രാഷ്ട്രീയം ഈസിക്കൽ ടു കറപ്ഷനാണ്. അതിനകത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനകത്തിൽ നിന്ന് ആരും മോശമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ തലത്തിലും എന്ന് പറഞ്ഞാൽ കേന്ദ്രതലം മുതൽ ഏറ്റവും താഴത്തെ പഞ്ചായത്ത് തലം വരെ ഏഹ്, അധികാരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഏഹ്, അഴിമതി നടത്താനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ട് അവരുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ആരും അതിനെ പിന്നെ ഉപയോഗപ്പെടുത്താതിരിക്കാറില്ല. അപ്പൊ എല്ലാ തലത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും അഴിമതി ഇന്ത്യയിലൊട്ടാകെ നമ്മുടെ 1947 മുതൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് വളരെ ശക്തമായിട്ട് നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ സ്കോറും ഈ റാങ്കും ഒക്കെ കറക്റ്റ് ആയാലും ഇല്ലെങ്കിലും ശരി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട തലങ്ങളിലെല്ലാം തന്നെ കറപ്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് ഈ ഒരു യാഥാർത്ഥ്യം. അപ്പം അഴിമതിയുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ 150 രാജ്യങ്ങളുടെ പട്ടികയാണ്. ആ 150 രാജ്യങ്ങളുടെ പട്ടികയിൽ 96ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ, ലാർജസ്റ്റ് ഡെമോക്രസിയാണ്. ലാർജസ്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം ആയതുകൊണ്ടും അവിടെ ജനാധിപത്യ വ്യവസ്ഥ ഉള്ളതുകൊണ്ടും നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ അഴിമതി കേൾക്കാത്ത ഒരു ദിവസം പോലും ഇന്ത്യക്കാർക്കില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അഴിമതി ഒന്നുകിൽ ഏറ്റവും ലോക്കൽ പഞ്ചായത്ത് തലത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഉയർന്ന തലമായിട്ടുള്ള സംസ്ഥാന തലത്തിൽ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് അഴിമതിയുടെ കഥകൾ ഓരോ ദിവസവും നമുക്ക് പലതും പുറത്തു വരുന്നതായിട്ടും അല്ലെങ്കിൽ പലതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനോട് യൂസ്ഡ് ആണ്. നമുക്കത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ അതിശയമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് വേറെ ആശങ്കകളൊന്നും ഉണ്ടാകാറില്ല. നമ്മൾ കേൾക്കുന്നു, അത് വിടുന്നു. പത്രം മാധ്യമങ്ങൾ കുറച്ച് ദിവസം ഒരു വളരെ തീവ്രമായിട്ടുള്ള വിഷയം വല്ലതും ആണെങ്കിൽ കുറച്ച് ദിവസം അവർ പേരിട്ടിട്ട് അലക്കും, പിന്നെ അത് വിടും, പിന്നെ അടുത്ത ഇഷ്യൂ വരും, അതിൻ്റെ പുറന്നു പോകും. അപ്പോൾ ഒന്നിനൊരു പ്രത്യേകിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥയോ ഒന്നും ഇവിടെ ഒന്നുമില്ല. കോടതിയുണ്ട്, കേസുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായുള്ള നിയമമാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PCA, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. പക്ഷെ നമ്മളിതുവരെ ആ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമം ഇതുവരെ ഫലപ്രദമായിട്ട് ശക്തമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ടതായിട്ട് നമുക്കറിയില്ല ഒരിടത്തും. അത് പാർലമെന്റിലൊക്കെ പാസ്സാക്കിയ നിയമമാണ്. നമ്മളുടെ MP മാർ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ നിയമം പാസ്സാക്കിയത്. പക്ഷേ ഇത്രയും നാളായിട്ട് അത് ഇന്ത്യയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് അറിവില്ല, നമ്മൾ കാണുന്നുമില്ല. അപ്പം പഞ്ചായത്ത് തലം മുതൽ കേന്ദ്രത്തിൽ വരെ അഴിമതി സ്ഥിരം നടക്കുന്നുണ്ട്, എപ്പോഴും നടക്കുന്നുണ്ട്. ചിലത് നമ്മൾ അറിയുന്നു, ചിലത് അറിയുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയുന്നില്ല എന്ന് വിചാരിച്ച് അഴിമതി നടക്കുന്നില്ല എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ തീർച്ചയായിട്ടും അഴിമതി ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അവർക്കതിനുള്ള അവസരമുണ്ട്. ഏത് പാർട്ടി ആയാലും ശരി, അഴിമതി ആരോപണങ്ങൾ എല്ലാവരും നേരിടുന്നുണ്ട്. കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും CPI ആയാലും ജനതാദൾ ആയാലും ആം ആദ്മി പാർട്ടി ആയാലും. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് കറപ്ഷൻ ആം ആദ്മി പാർട്ടിയുടെ കേസിൽ, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആയാലും ശരി, എല്ലാ പാർട്ടി ഇന്ത്യയിലെ ഏതെല്ലാം രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടോ ആ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അഴിമതി ആരോപണങ്ങളല്ല, അഴിമതി നടത്തിയിട്ടുണ്ട്. അഴിമതി നടത്തും, അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതൊരു സ്പഷ്ടമായിട്ടുള്ളതാണ്, അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനൊരു വാദഗതി, ഒരു എക്സ്ക്യൂസ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട്, ഇന്ത്യയിൽ കൂടുതൽ സുതാര്യത ഉള്ളതുകൊണ്ട്. ശരിയാണ്, കുറേയൊക്കെ പത്രമാധ്യമങ്ങൾ, മീഡിയാസ് പുറത്തു കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പല അഴിമതി കഥകളും അല്ലെങ്കിൽ അഴിമതി കേസുകളും നമ്മൾ പുറത്തു വരുന്നതും. അതുപോലെ തന്നെ ജനങ്ങൾ അതറിയാനുള്ള ഒരു കാരണവും ഇന്ത്യയിൽ കുറേയൊക്കെ മീഡിയ സ്ട്രോങ് ആയതുകൊണ്ടും, ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയയുടെയും കൂടെ കാലമായതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കുറേയൊക്കെ അഴിമതികൾ പുറത്തു വരികയും ജനങ്ങൾ അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജനങ്ങൾ അറിഞ്ഞിട്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനങ്ങൾ ഇതിനെതിരെ എങ്ങനെയാണ് ശക്തമായിട്ട് നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അഴിമതി നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി വീണ്ടും കീ ജെ വിളിക്കാനും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനും ഇവിടെ ജനങ്ങളുണ്ട് എന്നുള്ളൊരു വസ്തുത നമുക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ അവസരത്തിൽ അഴിമതിയുടെ അഴിമതി നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ ക്രമീകരിച്ചിട്ട് ഈ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ബെർലിൻ ആസ്ഥാനമായിട്ടുള്ള ഓർഗനൈസേഷൻ അവരുടെ റിപ്പോർട്ട് എല്ലാ വർഷവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അന്ന് 2024 റിപ്പോർട്ടും പുറത്തു വന്നതിൽ നിന്നാണ് ഇന്ത്യയുടെ സ്ഥാനം 96-ാമതെന്ന് പറയുന്നത്. 180 രാജ്യങ്ങളുള്ളതിലാണ്. ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മറ്റേത് സർവേ പോലെ, മറ്റേത് സ്റ്റഡി റിപ്പോർട്ടിനെ പോലെ മാത്രമേ നമുക്ക് ഇതിൻ്റെ വിശ്വാസ്യതയുള്ളൂ. പക്ഷേ എന്നാലും ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രം. അപ്പം ഇതിനകത്തിൽ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുണ്ട്, അഴിമതി ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യങ്ങളുണ്ട്, ഇടയ്ക്ക് നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. 150 രാജ്യങ്ങളുടെ പട്ടിക അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ചെറിയൊരു ജോലിയൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വാസ്റ്റായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ളൊരു ഓർഗനൈസേഷനും അതുപോലുള്ള സിസ്റ്റം റിസോഴ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതുപോലുള്ള മേഖലകളിൽ അവരുടെ പിന്നെ ഈ പറഞ്ഞ കർമ്മങ്ങൾ അവരുടെ പ്രവൃത്തികൾ ഈ പറഞ്ഞ ഇത്രയും 150 രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യുകയും 150 രാജ്യങ്ങളെക്കുറിച്ച് അവർക്ക് പഠിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സിസ്റ്റം അത്രയ്ക്ക് വലുതായിരിക്കും. അവർ വിനിയോഗിക്കുന്ന വിഭവങ്ങൾ, ഹ്യൂമൻ റിസോഴ്സ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ വളരെ ഫലപ്രദമായിട്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരോപണ ശരങ്ങൾ എല്ലാ പാർട്ടികൾക്കും എതിരെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഡൽഹിയിലെ ഇലക്ഷൻ കഴിഞ്ഞ് ആം ആദ്മി പാർട്ടിക്ക് പരാജയമുണ്ട്. BJP അവിടെ അധികാരത്തിലൊന്നും. അതിനു മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ മറ്റ് നേതാക്കൾക്കെതിരെയൊക്കെ അഴിമതിയുടെ വലിയ ആരോപണങ്ങൾ, റെയ്ഡ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ പാർട്ടിക്ക് അത് അധികാരം നഷ്ടമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറഞ്ഞ അഴിമതിയാണ്, അല്ലേ? സംസ്ഥാനത്തിൻ്റെ, അതായത് ഡൽഹിയുടെ എക്സൈസ് നയത്തിൽ ഉള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഒക്കെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാർട്ടി ലീഡർഷിപ്പിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുകയും അവരുടെ പ്രതിച്ഛായയിലെ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ കളങ്കപ്പെട്ട പ്രതിച്ഛായക്ക് കളങ്കമേൽക്കുകയൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ മദ്യം, പണം, ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള മദ്യനയത്തിനെ കുറിച്ചായിരുന്നല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസും ഇൻവെസ്റ്റിഗേഷനും ആരോപണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ അത് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയായി എന്നുള്ളത് ആണ് നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അണ്ണാ ഹസാരെ കുറിച്ച് നമ്മളാണ് അഴിമതി വിരുദ്ധ പ്രവർത്തകനാണ്, പ്രമുഖ, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പ്രമുഖനാണ്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇനിയിപ്പം നമ്മുടെ അദാനി ഗ്രൂപ്പിൻ്റെ കേസ് നമുക്കറിയാൻ പറ്റും. ഈ റിന്യൂവബിൾ എനർജി അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിൽ ഈ ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് എല്ലാം ലംഘിച്ചതായിട്ട് അല്ലെങ്കിൽ ലഘൂകരിച്ചതായിട്ട് നമ്മുടെ ഒരു ബ്രിട്ടീഷ് പത്രമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അത് എയറിലുണ്ട്, ഈ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിന് എതിരെയാണ് ഈ പറഞ്ഞ ഒരു അഴിമതി ആരോപണം. കാരണം അദാനി എന്ന് പറയുന്ന ബിസിനസ് ടൈക്കൂൺ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഈ പുനരുപയോഗ ഊർജ്ജ പദ്ധതി, അതായത് റിന്യൂവബിൾ എനർജി പ്ലാൻ എന്ന് പറയും, അതിൽ ഏറ്റവും ഒന്നായിട്ടുള്ള വൺ ഓഫ് ദി കാവ്ദ റിന്യൂവബിൾ എനർജി പാർക്ക് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലം മാത്രമേ ഉള്ളൂ അത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അത് സെക്യൂരിറ്റി ലഘൂകരിച്ചതായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ പ്രോട്ടോകോൾസ് എല്ലാം ഡയലൂട്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കറപ്ഷൻ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരോപണം എന്ന് പറഞ്ഞാൽ. പക്ഷെ അതൊന്നും എത്രത്തോളം ഫലപ്രദമായിട്ട് അത് അന്വേഷിക്കപ്പെടും എന്നുള്ളത് നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാലക്കാട്ട് ഒരു പഞ്ചായത്തിലെ ബ്രൂവറി തുടങ്ങാൻ വേണ്ടി സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത് പിണറായി സർക്കാരിനെതിരെയൊക്കെ. അത് നമുക്ക് പിണറായി അധികാരത്തിൽ വന്നത് മുതലേ ഒട്ടനവധി കറപ്ഷൻ അലിഗേഷൻസ്, ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഒരിടത്തും ആരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ അതിലേർപ്പെടുന്ന ആൾക്കാരെ ശിക്ഷിക്കാനൊന്നും നമ്മുടെ ഇന്ത്യയിൽ അതിനുള്ള നിയമം ഉണ്ടെങ്കിൽ തന്നെ, മുമ്പ് ഞാൻ പറഞ്ഞ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. വളരെ റയറായിട്ട് വിരലിലെണ്ണാവുന്ന ചില കേസുകൾ മാത്രം ഉണ്ടാകുന്നു എന്നല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. നമുക്ക് കറപ്ഷൻ പെർസെപ്ഷൻ സിൻഡെക്സ് എന്നാണ് അതിന് പറയുന്നത്. അതിനകത്തിൽ 96ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക്. 150 രാജ്യങ്ങളിൽ സ്കോർ 38ആണ്. നല്ല സ്കോറാണ്. 39ആയിരുന്നു സ്കോർ 2023. 2022 40ആയിരുന്നു. 40 നിന്ന് 39ആയി. 39 നിന്ന് 38ആയിട്ടുണ്ട്. ഡിക്ലൈൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ, കുറവുണ്ട്. 2022 40ആയിരുന്നു സ്കോർ, 2023 39ആയിരുന്നു, ഇപ്പം 38ആയിട്ട്. 2023 ഇന്ത്യയുടെ റാങ്ക് 93ആയിരുന്നു. 2022 40ആയിരുന്നു. അത് ശരി. അല്ല, ഇവിടെ പറയുന്നത് 40 സ്കോറാണ്, ഇവിടെ തെറ്റാണത്. 93 ആയിരുന്നു ഇന്ത്യയുടെ റാങ്ക് 2023. അത് 96ആയിട്ടുണ്ട്. പിന്നെ ആഗോളപരമായിട്ട് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന ഡെൻമാർക്കാണ്. ഏറ്റവും ലീസ്റ്റ് കറപ്ഷൻ, വളരെ കുറച്ച് കറപ്ഷൻ മാത്രമുള്ളത്. പിന്നെ ഫിൻലാൻഡ്, സിംഗപ്പൂർ. അപ്പോൾ ഈ ഡെൻമാർക്ക്, ഫിൻലാൻഡ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം പൊതുവെ കറപ്ഷനും ക്രൈമും ഒക്കെ കുറവാണെന്നാണ് പറയുന്നത്. സിംഗപ്പൂരാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സിംഗപ്പൂരിലും കറപ്ഷൻ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ കറപ്ഷൻ ഉള്ള രാജ്യങ്ങൾ സൗത്ത് സുഡാൻ, സൊമാലിയ, വെനിസുല, സിറിയ. സിറിയയൊക്കെ ഇപ്പോൾ ഒരു രാജ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ സുഡാന്, സൊമാലിയ ഇതുപോലുള്ളത് ഒരു രാജ്യമായിട്ട് കെട്ടുറപ്പുള്ള അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഈ ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. ഇനി ഇന്ത്യയുടെ അയൽക്കാരായിട്ടുള്ള പാകിസ്ഥാന്റെ റാങ്ക് 135, ശ്രീലങ്കയുടെ 121, ബംഗ്ലാദേശിന് 149, ചൈനയുടെ ഇന്ത്യയെക്കാളിലും മെച്ചപ്പെട്ടാണ് 76ാമത്തെ. പാകിസ്ഥാന്റെ, ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിന്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ളത് സൗത്ത് സുഡാനാണ്. 8 പോയിന്റേ ഉള്ളൂ. സൊമാലിയുമായിട്ടാണ്. സൊമാലിക്ക് 9 പോയിന്റ് ഉണ്ട്. വെനിസുലയ്ക്ക് 10 പോയിന്റ്, സിറിയക്ക് 12 പോയിന്റ്. പിന്നുള്ളത് ബാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് വിവരമാണ് ഇതിനകത്ത് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 69 നിന്ന് 65ലേക്ക് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ കറപ്ഷൻ കുറഞ്ഞിട്ടുണ്ട്. കറപ്ഷൻ കൂടിയിട്ടുണ്ട്. 65 നിന്ന് 69ആയിട്ടുണ്ട്. സോറി. ഫ്രാൻസ് 71 നിന്നും 67. അങ്ങനെ ഓരോ രാജ്യങ്ങളിലൂടെ പറഞ്ഞു. ജർമ്മനി, മെക്സിക്കോ, റഷ്യ, യുക്രൈൻ. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം കറപ്ഷനെ കുറിച്ചാണ് ഈ പറയുന്നതല്ല. അപ്പൊ ഇതൊക്കെ ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കറപ്ഷനെ കുറിച്ച് ആശങ്കപ്പെട്ടാൽ പോരെ നമുക്ക്. കാരണം ഇന്ത്യയിലെ കറപ്ഷൻ ആണല്ലോ പ്രധാനം നമ്മുടെ വിഷയം. ചൈനയിലെ കറപ്ഷൻ, പാകിസ്ഥാനിലെ കറപ്ഷൻ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനവും അവരുമായിട്ട് ബന്ധപ്പെട്ട കറപ്ഷനാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ളൊരു ജനറലായിട്ടുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച്. പക്ഷേ ഇതെല്ലാം നമ്മുടെ കറപ്ഷന്റെ വ്യാപ്തിയും അളവും ഒക്കെ വളരെ കൂടുതലാണ് നമ്മുടെ രാജ്യത്ത്, ഇല്ലേ? കാരണം ഓരോ ഓരോ കറപ്ഷന്റെ കേസുകൾ നമ്മൾ വരുമ്പോൾ എത്ര എന്താണ് പറയുന്നത്, $multi-billion അല്ലെങ്കിൽ $multi-billion ഒക്കെ കറപ്ഷനാണ്. ശതകോടികളുടെ കറപ്ഷൻ ആണ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത്. 1 കോടി 2 കോടി എന്നല്ല, വളരെ
വർദ്ധിച്ച തോതിലുള്ള തുകകളാണ് കറപ്ഷൻ ആയിട്ട് ക്രയവിക്രയം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ ആശങ്ക ഉളവാക്കുന്ന, രാഷ്ട്രീയക്കാർ പണിയെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ശരിയായ രീതിയിൽ ഭരിക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാളിലും ഉപരിയായിട്ട് അവരുടെ കറപ്ഷനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുന്നത് എപ്പോഴും. അപ്പോൾ ആ കറപ്ഷൻ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറവില്ല. കാരണം കറപ്ഷൻ കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് നമുക്ക് കാണുന്ന യാതൊരു ട്രെൻഡും നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥലത്തുമില്ല, ഒരു സംസ്ഥാനത്തുമില്ല, കേന്ദ്രത്തിലുമില്ല, നമ്മുടെ ലോക്കൽ ലെവൽ എന്ന് പറഞ്ഞ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതുപോലുള്ള തലങ്ങളിലൊന്നും തന്നെയല്ല. കാരണം രാഷ്ട്രീയം ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറപ്ഷനിൽ കൂടെ മാത്രമേ അത് മെച്ചപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയക്കാരനും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. എല്ലാവർക്കും ആം, എല്ലാവർക്കും അറിയാവുന്നത് ഒരേ പാഠങ്ങൾ തന്നെയാണ്. ഹൗ ടു ബി മോർ കറപ്റ്റ്, എങ്ങനെ കൂടുതൽ കറപ്റ്റ് ആകാം, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ അഴിമതി നടത്തി കൂടുതൽ പണം സമ്പാദിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന ഒരു പാഠം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയക്കാരനും വ്യത്യസ്തമല്ല. അപ്പം ഇതാണ് ഇന്ത്യയുടെ ഇപ്പോൾ നിലനിൽക്കുന്ന കറപ്ഷനെ കുറിച്ച് ഈ പറഞ്ഞ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഒരു നിലവാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം പറഞ്ഞുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള ഒരു വലിയ റിക്വസ്റ്റ്, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.